എന്നെ പോലുള്ള സാധാരണക്കാരായ കോടാനുകോടി വരുന്ന ജനങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിനും അതിജീവനത്തിനും പരമപ്രധാനമാണ് നിങ്ങളെന്നുള്ള ആ വസ്തുതയ്ക്ക് അടിവരയിടാൻ കൂടിയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ബാങ്കിംഗ് മേഖലയിൽ എന്ത് സംഭവിക്കുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBI ലയിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യയിലെ ബാങ്കുകളുടെ എണ്ണം മുഴുവൻ ഒരു 6 or 7 ബാങ്കിലേക്ക് ചുരുക്കിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക, സാധാരണക്കാർക്ക് അറിയില്ല. സാധാരണക്കാരൻ അടിമപ്പെടുന്നത് എപ്പോഴാണ്? ഒരു ലോണിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് ബ്രാഞ്ചിൽ പോകുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ നമ്മുടെ ബാങ്കിംഗ് മേഖല നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നത്. ഇവിടെ ഒരു സാധാരണ പാവപ്പെട്ട ഒരു സ്ത്രീയെ ഒരു MSME-കാരൻ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എത്രയാണ് നമ്മുടെ ജയൻ എത്രയൊക്കെ ചാർജ് ചെയ്യുന്നത്? മിണ്ടറില്ല. അതാണ് ജയന്റെയൊക്കെ ഗുണം, മിണ്ടില്ല. വാട്സപ്പിൽ കൂടിയൊക്കെ ഭയങ്കര പ്രകടനം നടത്തും, പക്ഷെ അവർ ചോദ്യം ചോദിച്ചാൽ മിണ്ടറില്ല. ജയ എത്ര ചാർജ് ചെയ്യുന്നുണ്ട്? ജയൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉദ്യോഗസ്ഥ എന്നെ പണ്ട് 15 വർഷം മുമ്പ് ഒരു പരിപാടിക്ക് കൊണ്ടുപോയതാണ്. എന്നിട്ട് സാർ ഇപ്പോൾ ഒരു മാറ്റമില്ല കേട്ടോ ഞങ്ങളുടെ എനിക്ക് പറയുന്നത് 12%. Now, very interesting thing has happened in SBI, which I am little baffled. Collaboration with Adani. Your money and my money, the public's money. 17 ലക്ഷം കോടി രൂപ വ്യവസായികൾക്ക് വേണ്ടിയിട്ട് എഴുതിത്തരും. അതിൽ ചില വ്യവസായികൾ നിങ്ങളിപ്പോ കാണുന്നുണ്ടോ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നീരവ് മോദി, വിജയ് മല്യ ഗേൾഫ്രണ്ട്സിന്റെ കൂടിയൊക്കെ പാർന്ന് ഒരു കുഴപ്പമില്ല. I have never seen the public sector banks giving such a facility for people like Vijay Mallya to run away from the country and be with their girlfriends in nightclubs in London. ഈ 4 ലേബർ കോഡുകളുടെ പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾ കൂടി പഠിച്ചിരിക്കേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ ജോലി സുരക്ഷിതത്വം, സെക്യൂരിറ്റി ഓഫ് ദി എംപ്ലോയ്മെന്റ്, അതാണ് യഥാർത്ഥത്തിൽ അപകടത്തിലാകാൻ പോകുന്നത്. 70% of the industrial units and 74% of the workers will be vulnerable in the sense the established labor laws will not be applicable to their job security. Those workers can be employed as contractual labor, something like hire and fire. ഇത് ഞാൻ ബാങ്ക് ഓഫീസേഴ്സിനോടും ജീവനക്കാരോടും ഞാൻ പറയേണ്ട കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കോൺട്രാക്ച്വൽ ജോലിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറാണ്. നിങ്ങളൊക്കെ പെർമനന്റ് ഓഫീസേഴ്സ് ആണെന്നുള്ള ഒരു അഭിമാനത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. What is the percentage of public equity in State Bank of India? Rupam? 55? Okay, let us assume that it is 55. Suppose, hypothetically, if it comes down below 50%, it can come at any time. എല്ലാം സുരക്ഷിതമാണ്, ഭംഗിയാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ സീറ്റിൽ അമർന്നിരിക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 50% താഴെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഒരു ബാങ്കിൽ സംഭവിക്കാൻ പോകും? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. I have a little bit of statistics which I scribbled while I was listening to the welcome address. What happened in Catholic Syrian Bank? 2018, for the first time in the banking history, RBI and the central government, of course, permitted 51% of equity to be acquired by a single foreign investor. Rupam, please correct me because you are an expert in it. I have been seeing so many videos and he has been sending to Member of Parliaments. That is Fairfax Group in Canada.
2015 in Catholic Syrian Bank. You know what was the number of the permanent employees in Catholic Syrian Bank? Anybody here knows? My friend, my honorable friend, who used to be my neighbor. Anybody has any guess? Anybody has a guess here? Nobody knows. 2,906 permanent employees. You know what is the number of permanent employees now? 906. It came down by 2,000. 2,000 സ്ഥിരം ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും the moment the bank became private in Vetracoma, that means when Fairfax acquired the bank, having 51% equity, the permanent jobs were curtailed. This should be an eye-opener for all of us. The State Bank and associate banks ഒക്കെ merge ചെയ്യപ്പെട്ടപ്പോൾ എനിക്കറിയാം ഒരുപാട് പേർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, ഇല്ലേ? ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. People generally thought that the stock would go up, the market cap also would go up. What has actually happened, Ruben? It has gone down. നമ്മുടെ മുമ്പിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന, സമർപ്പിക്കപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2008 ബാങ്കിംഗ് ക്രൈസിസിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ലേമൻ ബ്രദേഴ്സിൽ തുടങ്ങിയിട്ട് how we get meltdown, the humongous banking crisis which gripped the world. എന്തുകൊണ്ടാണ്? Why is it that India was insulated from that banking crisis? Sir, you know it. We had a robust public sector banks. You are the proud members of that system. I compliment you for being that platform. അതാണ് നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ സമ്പദ്ഘടനയെ സംരക്ഷിച്ചു നിർത്തിയത് എന്ന് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ പോലും പറയുന്നുണ്ടെങ്കിൽ why should we take any step which should weaken the public sector banks of this country? That's my question. As a lawmaker, you know, at least few people would have seen the speeches I made in the parliament. I've been always taking on the finance minister. Whenever I say, she always, if she's there, she will stand up to rebut me. I'm sure about it. But I always tell, you are being misguided, guided by your consultants, your bureaucrats. Whereas the bedrock of our economic sovereignty rests on public sector back. I always tell them, I'm not reluctant or hesitant in putting across my view. I am an honorable account holder of State Bank of India. Let me just say that. Professionally also I am attached to State Bank of India. The firm to which I am attached also is associated with State Bank of India. I may have my set of complaints, that's a different thing. But at the end of the day, I feel that the existence of a public sector banking ecosystem is absolutely required to protect the economic sovereignty of this nation. Now, I talked about the merger of the associate banks, what has actually happened, how it has impacted the expectations and the reality. Now again, the government of India wants to completely make sure that the public sector banking ecosystem should be brought down to say 6-7 banks. Am I correct? 6-7 banks. That's what the finance minister always says. And I asked her one day, what is the rationale of
reducing the number of banks. I had a question in the parliament. She said, look, we need to have a gigantic bank to take on such big banks in the other countries like US. It's like we saying that we are the fourth largest economy. Of course, we are 140 billion people. We will be the largest, fourth or fifth. What is the per capita income? That's much more level. I was just looking at certain statistics which you would be much more aware of. But let me just tell you that. നമുക്ക് 1,00,000 പേർക്ക് we have got 14 banks. 1,00,000 പേർക്ക്. We have only 14 branches. 14 branches. Whereas in US it is how much? What is the number? We have 14 branches. This is something which I garnered from the mind pool of information the ministry gives in Parliament. India has only 14 branches per 1 lakh people, compared to 138 in United States. 138 in United States. Take a Scandinavian country like Sweden. The number would be 224. What has effectively happened in India? The number of branches has gone down. So when you say that you want to take on the developed countries, you are taking a contrarian position. സാധാരണ ജനങ്ങളിലേക്ക് പടർന്നു ചെന്ന ബാങ്കുകളെ നിങ്ങൾ അവരുടെ പക്കൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. Being a member of parliament, I travel across the country. ഉത്തരേന്ത്യയിലൊക്കെ ഞാൻ പോകാറുണ്ട്. ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ so many people who have come the northern circles here. ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് പോകണമെങ്കിൽ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ സഞ്ചരിക്കണം. 50 kilometers, 60 kilometers you need to travel. See the asymmetrical system we have rocked in. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ പോലെ പ്രാഗൽഭ്യമുള്ള പരിചയമുള്ള ഈ മേഖലയുടെ താങ്കം തടലുമായി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരുപക്ഷെ ഇത് സംബന്ധിച്ചൊരു അവബോധം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ബാങ്കിംഗ് മേഖലയിൽ എന്ത് സംഭവിക്കുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBI ലയിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യയിലെ ബാങ്കുകളുടെ എണ്ണം മുഴുവൻ ഒരു 6 or 7 ബാങ്കിലേക്ക് ചുരുക്കിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക, സാധാരണക്കാർക്ക് അറിയില്ല. സാധാരണക്കാരന് അനുഭവപ്പെടുത്തപ്പോഴാണ് ഒരു ലോണിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് ബ്രാഞ്ചിൽ പോകുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ നമ്മുടെ ബാങ്കിംഗ് മേഖല നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നത്. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യം തന്നെ പറയാം. ബിക്കോസ് സിൻസ് യു ആർ ഡീലിംഗ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, I need to talk about that also. നമ്മൾ ഉദാഹരണം പറഞ്ഞാല് there is a trend that the bankers who are working in the public sector banks, they are not capable, competent enough to head the banks. This impression that is being created. പ്രൈവറ്റിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരണം, lateral entry. Mr. Raju, am I not correct about it? I don't know whether you support all this. Do you support all this? I understand his predicament. Yeah. You need to rope in people from the private sector. There is something called lateral entry. The government doesn't trust you. You have been the backbone of this banking. സ്വകാര്യ വ്യക്തികളെ കൊണ്ടുവന്നുള്ള ബാങ്കിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ICICI ബാങ്കിൽ എന്ത് സംഭവിച്ചു എന്നറിയാലോ. ചന്ദ്ര കൊച്ചാരൊക്കെ എന്താ സംഭവിച്ചെന്നറിയില്ല. You know what has happened in all the so-called fiefdom of private entities. ബാങ്കിംഗ് മേഖലയിലുള്ളവരുടെ എണ്ണത്തെ കുറിച്ച് ഒരുപക്ഷെ ഇതുകൂടി നിങ്ങൾ അറിയാം. ഈ ലേബർ കോഡിന്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, ഈ കോൺട്രാക്ട് ലേബർ പ്രാബല്യത്തിലേക്ക് വരുമ്പോൾ അത് അവരുടെ ജോലിയുടെ സൃഷ്ടിത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഒരു ഇമോഷണൽ ബോണ്ട് കൂടി നഷ്ടപ്പെടുത്തുന്നത്. 2014 including the rural
RRBs, the public sector banks, had 9,25,372 personnel. That was the size of the human resource in all these PSU banks. Of course, in addition to the RRBs. It has been reduced to. Despite we thought that this would grow, this has actually come down to 8,45,350. The biggest culprit has been State Bank of India. Let me just tell you that. Mr. Raju, by reducing the number of persons in the banking sector, I was looking at the statistics. State Bank of India is the ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. 2017 2,90,000 പേര് SBI ഉണ്ടായിരുന്നു. You know what is the number now? 230. It has come down to 230. സാധാരണ ഇതിൽ മുകളിലേക്ക് പോവില്ല ചെയ്യും. 80 കോടി ജനങ്ങൾക്ക് അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് സൗജന്യ ഭക്ഷ്യദാനം നൽകുന്ന ഒരു രാജ്യമാണിത് എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ ബാങ്കിംഗ് സെക്ടറിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സാഹചര്യത്തിൽ സന്ദർഭത്തിൽ എങ്ങനെയാണ് ബാങ്ക് ബ്രാഞ്ചുകളുടെ എണ്ണം കുറയുന്നത്, എങ്ങനെയാണ് ജീവനക്കാരുടെയും ഓഫീസുകളുടെയും എണ്ണം ചുരുങ്ങുന്നത്? ഇതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഇതുപോലുള്ള സമ്മേളനങ്ങൾ ചെയ്തത്. കേവലം ഇതൊരു ആഘോഷം മാത്രമാണെന്ന് തോന്നില്ല. ആഘോഷമുണ്ട്, അല്ലെ? ആഘോഷമുണ്ട്, നല്ല ആഘോഷമുണ്ട്. എനിക്ക് കാണുന്നുണ്ട്. ഒരു സൈറ്റ് സീയിങ്, നല്ല ഭക്ഷണം, പിന്നെ പുതിയ അന്തരീക്ഷം. And especially those people who have come from other states. I mean, it's pouring in Trivandrum, excellent climate. And I'm sure that Trivandrum organizers would take care of you, good food. So, അതിനപ്പുറത്ത് ഒരുപക്ഷെ എന്താണ് നമ്മുടെ മേഖലയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ ഇത് തുറന്നു വെച്ചിരിക്കുന്നത്. ഇനി one thing which we people's representatives have been always focusing. See, 70% of the deposits, 70 it could be more than that, more than 70% deposits. ആരുടെ വകയാണ്? നോക്കട്ടെ, ഇവിടെ ആർക്കെങ്കിലും അറിയാൻ നോക്കട്ടെ. ആരുടെ വക? സാധാരണ ജനങ്ങളുടെ 70%. അതിന്റെ പുറകിലിരിക്കുന്നവർക്കൊന്നും അറിയില്ല ഈ കണക്കുകൾ. നിങ്ങൾക്കറിയില്ല. മലയാളികളുടെ സ്വഭാവം ഒരാളുടെ മുഖത്ത് നോക്കാൻ പെട്ടെന്ന് പുറകോട്ട് നോക്കുക. എന്നാ കാരണം ഞാൻ അങ്ങോട്ട് നോക്കിയാണ്. സാധാരണക്കാരുടെ നിക്ഷേപം 10% പോലും നിക്ഷേപമിടാത്തവർക്ക് നിക്ഷേപത്തിന്റെ 70% വായ്പ. നിക്ഷേപത്തിന്റെ 70%. Now if you look at the deliberations in the parliament, the finance minister will trumpet the NPA in the banking sector has come down. Mr. Raju, that's a claim they trumpet always. Is it not a fact that last 10 years, what is the write-off? കഴിഞ്ഞ മാർച്ച് വരെയുള്ള ഫിഗർ പ്രകാരം 16.35 lakh crore has been written off. The finance minister will always say that written off is a technical terminology. Don't worry about it. We will still pursue. How much you have retrieved after written off? 20%? 30%? Not more than that. So what has effectively happened? Your money and my money, the public's money, 17 ലക്ഷം കോടി രൂപ വ്യവസായികൾക്ക് വേണ്ടിയിട്ട് എഴുതിത്തരും. അതിൽ ചില വ്യവസായികൾ നിങ്ങളിപ്പോ കാണുന്നുണ്ടോ? സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നീരവ് മോദി, വിജയ് മല്യ ഗേൾഫ്രണ്ട്സിന്റെ കൂടിയൊക്കെ ബാറിൽ ഒരു കുഴപ്പമില്ല. I have never seen the public sector banks giving such a facility for people like Vijay Mallya to run away from the country and be with their girlfriends.
in nightclubs in London. ഇതൊക്കെ ആൾക്കാർക്ക് പ്രചോദനം കൊടുക്കുകയാണ്. ഇവിടെ എടുക്കുന്ന ഈ എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്നത് 17 ലക്ഷം കോടി. See what has happened? ഇവിടെ ഏതെങ്കിലും സാധാരണ മേഖലയിൽ 10 റുപ്യ ആരുടെയെങ്കിലും എഴുതള്ളിയോ കിട്ടുകയില്ലെങ്കിലും banner headlines in the media. My media friends are here, so I need to say about it. Banner headlines, 17 lakh crore written off. And what is interest rate? That's very interesting. 23,000 crores were given to Air India to take over Tata's to take over Air India. What was the percentage of interest you charged? How much did you charge? Sir, how much did you charge? I'm asking you, sir. 4.5%. If I go to a bank, how much will you charge, sir? 9%, 10%. 400 corporates were given loans, and that to Air India, that loan was not even having a collateral. What is a collateral? Will you ever give me a loan without a collateral? I don't. You will never give me. See the predicament. Whose bank is this? What are we fighting for? Is this the banking system the people of this country envisaged? So this is the crucial question. 400 കോർപ്പറേറ്റ്സിന് കിട്ടുന്നത് 5% താഴെയാണ്. 400 കോർപ്പറേറ്റ്സിന് വേണ്ടി ഇവിടെ ഒരു സാധാരണ പാവപ്പെട്ട ഒരു സ്ത്രീ ഒരു MSME-കാരൻ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എത്രയാണ് നമ്മുടെ ജയൻ എത്രയൊക്കെ ചാർജ് ചെയ്യണേ? ഹൗ മച്ച് ഡു യു ചാർജ്? മിണ്ടറില്ല. അതാണ് ജയന്റെയൊക്കെ ഗുണം. മിണ്ടില്ല. വാട്സപ്പിൽ കൂടി ഭയങ്കര പ്രകടനം നടത്തും. പക്ഷെ അവർ ചോദ്യം ചോദിച്ചാൽ മിണ്ടറില്ല. എത്ര ചാർജ് ചെയ്യുന്നുണ്ട് ഞാൻ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് ഉദ്യോഗസ്ഥ എന്നെ പണ്ട് 15 വർഷം മുമ്പ് ഒരു പരിപാടിക്ക് കൊണ്ടുപോയതാണ്. എന്നിട്ട് സാർ ഇപ്പോൾ ഒരു മാറ്റമില്ല കേട്ടോ ഞങ്ങളുടെ കയ്യിൽ പറയും. 12%. Now, very interesting thing has happened in SBI, which I am little baffled. Collaboration with Adani. Arey, you are a bank with 3,000 plus branches across the country. Do you need to collaborate with somebody who has got a pittance as the capital to serve the farmers of this country? Adani capitalinde tuchchamaaya, and what is that? 80% is your money. Your money. Your money means my money, of course. 20%. Is there a mechanism, audit mechanism, will you spend 20%? 20% പറഞ്ഞ 10% പോലും കൊണ്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. We know that. The deeds have proven that. ഇതിനെക്കുറിച്ച് ഞാനൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് when I was discussing the so-called collaborations your banks are having, a secretarial officer in Government of India was saying that, sir, I am against the so-called collaborations because, first of all, you have the ability, capacity, you have the size, you have the experience, expertise. Why do you need to have somebody else's shoulder? And that is the shoulder is so weak, unreliable, not having a reputation. So he was telling me, this is like ISRO. നമ്മുടെ ISRO ഇല്ലേ? ISRO റോക്കറ്റ് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശിവകാശിയിലുള്ള ഒരു പടക്കക്കാരനോട് കൊളാബറേറ്റ് ചെയ്യുന്ന പോലെയാണ്. You collaborate with a cracker merchant in Shivagasi for launching rockets, ISRO. As good as that. SBI collaborated with. So, see what are happening in our banking sector. And let me be very honest when I say that the political ecosystem, the social fabric, the democratic fabric are crucial for the banking sector to survive. Please don't look down at associations. I am very glad that
Kerala Association, SBI Office Association could rope in all those people who are working elsewhere, brought them here, and such a wonderful reception you gave. Shawls, though the shawls returned after putting on somebody's shoulder, but still, you put shawl on everybody. That was excellent. The warmth of Kerala was estimated. So I feel that the relevance of unions and associations are all the more important. And the പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. I was in Germany last week. ഒരു parliament delegation ഭാഗമായിട്ട് I was in Germany. So I was interacting with a lot of people in the German parliament, cross section of people in Germany. So the trend in Germany is that there is a right-wing party. നാസി മുദ്രകളൊക്കെയുള്ള നാസി ചിഹ്നങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ it's fast gaining ground in Germany. That is called AFD. That's called AFD. ഇന്ത്യയിൽ നിന്നാണ് ഒരു ഇൻസ്പിറേഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. They are getting inspiration from India. And they were saying that ജർമ്മനിയിൽ ഈ നാസിസം ഉണ്ടാകാൻ കാരണം, ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വരാൻ കാരണം, ട്രേഡ് യൂണിയൻസിനെയും യൂണിയനുകളെയും അസോസിയേഷനുകളെയും ഒക്കെ തകർത്തു. The first thing Hitler did, banned the unions, banned the associations. അതിന് പകരം they brought something like a DFO, എന്തോ ഒരു സംഘടന, collaboration between the employers and employees. An organization was no strike, it was banned, only negotiation, only mediation. The first thing Hitler did was. അതുകൊണ്ടാണ് ലോകത്തിലെ മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, നമ്മുടെ യൂണിയനുകൾ, നിങ്ങൾക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിറ്റ്ലറിന്റെ സ്ഥാനാരോഹണ സമയത്ത് ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്ത ആളാണ്. അതല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ ഒരു ഗ്യാസ് ചേമ്പറിൽ ഇട്ടിട്ട് ഹിറ്റ്ലർ കൊല്ലുമായിരുന്നു. കറക്റ്റ് സമയത്ത് ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. He gave an interview to New York Times. In that, Albert Einstein said that there was a psychic distemper which was sweeping across Germany. അതായത് ജർമ്മനിയെ ഇങ്ങനെ അടിമുടി ബാധിച്ചുകൊണ്ട് കടന്നുപോയ ഒരു സൈക്കിക് ഡിസ്റ്റംബർ ഉണ്ട്. സൈക്കിക് ഡിസ്റ്റംബർ, if you want to translate that psychic distemper into Malayalam, it would be ഒരു മനോരോഗം എന്ന് പറയാൻ പറ്റും, ഒരു mental illness. Then he said, if the trade unions, if the association, if the academic community had withstood Hitler, he wouldn't have been successful. If there was a deliberate opposition to Hitler from those organized labor and the academic community, Germany would have been entirely different. ഒരുപക്ഷെ ലോകം ഈ വിപത്തിനെ അഭിമുഖീകരിക്കില്ലായിരുന്നു എന്ന് മഹാനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ പറയും. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇന്ത്യയുടെ പൊതുമേഖലാ ബാങ്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെ നട്ടെല്ലാണ്, അതിന് നെടുന്തൂണാണ്. അതിനൊരു പോറലും ഏൽക്കരുത് എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഞങ്ങളുടെയും കൂടി ആവശ്യം. ഒരുപക്ഷെ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് എന്നെ പോലുള്ള സാധാരണക്കാരായ കോടാനുകോടി വരുന്ന ജനങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിനും അതിജീവനത്തിനും പരമപ്രധാനമാണ് നിങ്ങളെന്നുള്ള ആ വസ്തുതയ്ക്ക് അടിവരയിടാൻ കൂടിയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. SBI ഓഫീസ് അസോസിയേഷന്റെ ഈ മഹത്തായ സമ്മേളനം സന്തോഷം പങ്കിടുന്നതിനൊപ്പം തന്നെ ഈ മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ കൂടി ചർച്ച ചെയ്യും. ഒരുപക്ഷെ ഞങ്ങൾക്കും രാജ്യത്തിനും വഴികാട്ടാൻ തയ്യാറാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.